ഹായ്. അങ്ങനെ അവസാനം പിള്ളേർ പണി പറ്റിച്ചിരിക്കുകയാണ്. നേരെ രാജിവെച്ച് പുറത്തു പോയി. ഇത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എന്തായാലും ആ ഒരു കറക്റ്റ് സമയത്ത് ആണ് ഈ രാജി പ്രഖ്യാപിക്കുന്നത്. കാരണം ഇത് ഇത്തിരിയും കൂടെ നീണ്ടു പോയായിരുന്നെങ്കിൽ ഇത് അവരുടെ കൈവിട്ട് പോയേനെ. ഈ അടുത്ത കാലത്ത്, അതായത് ഞാൻ ഈ പത്രം വായിച്ച് തുടങ്ങിയ സമയം മുതൽ ഈ മറ്റേത് അണ്ണാ ഹസാരെ മൂവ്മെൻ്റ് അല്ലാതെ ഒരു എഫക്റ്റീവ് ഒരു പീപ്പിൾ മൊബിലൈസേഷൻ അത് കണ്ടിട്ടുള്ളത് ഈ ഒരു പ്രൊട്ടസ്റ്റിലാണ്. അതിന് ഈ പിള്ളേരെ സമ്മതിച്ചാൽ പറ്റും. അവർ പേടിയൊന്നും കൂടാതെ, അതായത് പണ്ട് പ്രധാനമന്ത്രിയെ ഒന്ന് അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഉടനെ കേസ് വീഴും, അങ്ങനെയൊക്കെ സംഭവിച്ച് അങ്ങനെയൊക്കെ പേടിച്ച് ആൾക്കാരൊന്നും പറയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്വിറ്ററിലൊക്കെ ഓരോ പോസ്റ്റ് ഇടും. എന്നിട്ട് ഞാൻ ആലോചിക്കും, ഇന്ന് രാത്രിയിലെങ്ങാണോ ഒരു കറുത്ത സ്കോർപ്പിയോ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നാലോ എന്നും പേടിച്ച് ഞാൻ തന്നെ പിന്നെ അത് ഡിലീറ്റ് ചെയ്തത്. അങ്ങനെ ആൾക്കാർ ഒരിത്തിരി പേടിച്ചായിരുന്നു ഇരുന്നത്. ഇവർ ഒരു പേടിയും കൂടാതെ ഓരോ പോസ്റ്ററും പ്ലക്കാർഡും ഒക്കെ അടിച്ചിറക്കി വയ്ക്കുന്നത് കണ്ടു. എന്നിട്ട് പൂരത്തെറിയാന്ന് വിളിക്കുന്നു. ഹിന്ദിയിൽ പൂരത്തെറി. പുള്ളിയെയും അങ്ങാരുടെ കുടുംബത്തെയും അമ്മ, പെങ്ങൾ, അച്ഛനെ എല്ലാവരെയും നല്ല അസല് തെറി വിളിച്ച് പബ്ലിക്കായിട്ട്. ഇപ്പോൾ ഈ ചിലരൊക്കെ ഈ എന്താ പറയുക, ചില പ്രൊട്ടസ്റ്റിലൊക്കെ ഹോങ്കോങ്ങിൽ എസ്പെഷ്യലി മുഖം മറയ്ക്കാത്ത ആരുമില്ല. എല്ലാവരും മുഖം മറച്ച് കണ്ണാടിയൊക്കെ വെച്ച് ആണ് പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഇതിൽ ഒന്നുമില്ല, ഒരു മാസ്ക് പോലും ഇല്ല. വേണേ കണ്ടോട്ടെ, അവരുടെ വീട്ടുകാരെ കാണുമെന്നുള്ള പേടി മാത്രമേ ഈ പിള്ളേർക്കുള്ളൂ. അല്ലാതെ ഒന്നുമില്ല. പച്ചത്തെറി ഓപ്പണായിട്ട് പബ്ലിക്കിൽ ആണ് ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പേടി കൂടാതെ രണ്ടടി കിട്ടിയാലും സാരമില്ല, വൈകുന്നേരം ഒരു പാർട്ടിയൊക്കെ നടത്താനുള്ള ഒരു ആവശ്യത്തിൽ ആണ് പിള്ളേർ അവിടെ തടിച്ചു കൂടിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇവിടെ ബാംഗ്ലൂരിൽ ഇന്ന് ഫ്രീഡം പാർക്കിൽ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അതിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അങ്ങേരെ റിസൈൻ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്രശ്നം ഇതാണ്. ഇന്ന് കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരും മില്ലനിയൽസും എല്ലാം ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോഴേക്കും അയാൾ റിസൈൻ ചെയ്ത് കളഞ്ഞു. പോട്ടെ, ഇനി അടുത്തതിനെ കാണും. രണ്ട് സൈഡും ബാലൻസ്ഡ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികളും അവർ നല്ല എന്താ പറയുക, വളരെ ഷ്രൂഡായിട്ടാണ് അവർ ഇത് പ്രൊട്ടസ്റ്റ് നടത്തിയത്. കാരണം ഈ പ്രൊട്ടസ്റ്റിൻ്റെ കൂടെ PSFI, കണ്ടകടച്ചാതി ഇടതുപക്ഷക്കാരും കുറച്ച് മതതീവ്രവാദികളൊക്കെ വന്ന് ഇത് അങ്ങോട്ട് സ്പോയിൽ ചെയ്യാനുള്ള ചെറിയൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിള്ളേർ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ആരെയാണോ അടുപ്പിക്കേണ്ടത്, ആരെയാണോ അധികം അടുപ്പിക്കേണ്ടാത്തത് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി ഓരോരോ നീക്കങ്ങൾ നടത്തിയത്. ലീഡർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലീഡറിനെ ചൂണ്ടിക്കാണിക്കാനില്ല. ആക്ച്വലി ഇതൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു, എസ്പെഷ്യലി ഔട്ട്സൈഡ് ഡൽഹി. അപ്പം ആ പിള്ളേരെ കറക്റ്റായിട്ട് മുമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനൊരു റീസൺ കൊടുത്തുകൊണ്ട് മറ്റേ മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇവർ ഇവരാണെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ അടിച്ചു കൊടുക്കായിരുന്നു. പ്രാവശ്യം അങ്ങനത്തെ യാതൊരു പരിപാടിയും ഇല്ലാതെ ഇവർ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. ഇവർക്ക് BJPയുടെ IT സെല്ലുകാർക്ക് എന്താണ് അവരെ എങ്ങനെ നേരിടണമെന്നൊന്നും അവർക്കറിയില്ല. അവിടുത്തെ മുതുക്കന്മാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെയാണ് അത് ഞാനിവിടെ വായിച്ചിരുന്നു. വാട്സാപ്പ് ജനറേഷൻ ഈ സർക്കാരിനെ കൊണ്ടുവന്നു
ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ഈ സർക്കാരിനെ താഴെ ഇറക്കും എന്ന് ഞാനിവിടെ വായിച്ചിരുന്നതാണ്. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മളൊക്കെ ഇൻ്റർനെറ്റ് പിന്നീടാണ് കാണുന്നത്, ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് കാണുന്നത്. ഇവരൊക്കെ ജനിച്ച് വീണതേ ഇൻ്റർനെറ്റിലേക്കാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം. അവരത് നല്ലവണ്ണം ലെവറേജ് ചെയ്തു. അങ്ങനെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് ബാലൻസ്ഡ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇവർ പിള്ളേരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അവർ രണ്ടടി എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതല്ലാതെ അവർ അധികം വയലൻസിലേക്ക് പോയിട്ടില്ല. അങ്ങനെ അത് വിവരമുള്ളവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഗവൺമെൻറ് സൈഡിൽ നിന്ന്. അവരങ്ങനെ ഓവറായിട്ട് വയലൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് പോവുകയോ ചെയ്തില്ല. അവരും ബാലൻസ്ഡ് ആയിരുന്നു. അവർ ഈ കുട്ടികൾക്കൊരു സ്പേസ് പിന്നീടെങ്കിലും അവർ കൊടുത്തിരുന്നു. ആദ്യത്തെ ക്രാക്ക് ഡൗൺ കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി ഇത് കയ്യിലൊതുങ്ങുന്നതല്ലാന്ന് അവർക്ക് മനസ്സിലായി. അവർക്കുള്ള സ്പേസ് അവർ കൊടുത്തിരുന്നു. ആൻഡ് ഇത് ഇങ്ങനെ പര്യവസാനിക്കത്തുള്ളായിരുന്നു. ഇത് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റും കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഇത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നത്. പിന്നെ അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. ഇത് ചൈനയിലെ ടിയൻമെന്നോ അല്ലെങ്കിൽ ഹോങ്കോങ്ങോ അങ്ങനൊന്നും ആകാതെ അവർ നോക്കി. നമ്മൾ രണ്ട് സൈഡിനെയും അഭിനന്ദിക്കുന്നു. ഇതൊരു എന്താണ് ഗവൺമെൻറ്റിന് കിട്ടേണ്ട ചെറിയൊരു കൊട്ടായിരുന്നു. അവരാണ് എല്ലാം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങി. ചെറിയൊരു തലക്കെട്ടൊരു കിഴിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് പിള്ളേർ കൊടുത്തു. നമ്മളെ കൊണ്ടാവുന്നും ആവാത്തത് പിള്ളേർ ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. ഈ ഒരു ജ്വാല അങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ, കെട്ടടങ്ങാതെ ഇങ്ങനെ ഇനിയും വരുന്ന തലമുറയ്ക്കും ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇനിയും വരുന്ന തലമുറ മാത്രമല്ല, ഇപ്പോൾ ഉള്ള തലമുറയും മുതിർന്ന ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ. കാരണം പേടി കൂടാതെ തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാമെന്നുള്ളൊരു പാഠം ഈ പിള്ളേരെ നമ്മളെ പഠിപ്പിച്ചു. അവർക്ക് വീണ്ടും അഭിവാദ്യം.